ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ക്രിസ്മസ് എക്സാമിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ പഠിച്ചാൽ മതിയാകും, നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഒപ്പം 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസുകൾ കാണാവുന്നതാണ്. മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റും കൊടുത്തേക്കാം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായി നോക്കിയാലോ. നോക്കൂ, ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ആക്ടിവിറ്റി 5, ആഡ് എ ലൈൻ ടു ദ സോങ്. ഈ പാട്ടിലേക്ക് ലൈനുകൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ലൈൻ എഴുതി ചേർക്കേണ്ടതായിട്ട് വരും. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് സിംഗ് ആഫ്റ്റർ ഹെർ. ടീച്ചറിനോടൊപ്പം പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ പാടിത്തരും, അതിനുശേഷം നിങ്ങൾ പാടണം. ആഡ് എ ലൈൻ ടു ദ സോങ്. ഈ സോങ്ങിലേക്ക് ലൈൻ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നോക്കിയേ, പാരറ്റിനെയാണ് കാണിച്ചിരിക്കുന്നത്. പാരറ്റ് എന്താ പറയുന്നത്? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റ് us ഡാൻസ് അണ്ടർ ദ ട്രീ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും വരൂ, എന്റെ കൂടെ വരൂ, നമുക്ക് ഡാൻസ് ചെയ്യാം. എവിടെ? മരത്തിനടിയിൽ, ട്രീയുടെ അണ്ടർ ദ ട്രീ, മരത്തിനടിയിൽ ഡാൻസ് ചെയ്യാം എന്ന് ആര് പറയുന്നു? പാരറ്റ് പറയുന്നു. അടുത്തതായി എലിഫന്റ്, ആന പറയുന്നത് നമുക്ക് നോക്കാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റ് us. അവിടെ നമ്മൾ എഴുതണം, അവിടെ ഒരു ഡാഷ് ആണ് തന്നിരിക്കുന്നത്. ഡാൻസിന് പകരം നമുക്ക് എന്തെഴുതാം? പ്ലേ എഴുതാം. പ്ലേ എന്താ മീനിങ്? കളിക്കുക അല്ലേ, കളിക്കാമെന്ന് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റ് us പ്ലേ അണ്ടർ ദ ട്രീ. ഇനി അവിടെ ഡക്കിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഡക്ക് പറയുന്നത് നമ്മൾ എഴുതണം. എന്താണ് എഴുതേണ്ടത്? മുകളിൽ എഴുതിയ പോലെ തന്നെ താഴോട്ടെടുത്ത് എഴുതിയിട്ട് ആ ഡാൻസ്, പ്ലേ എന്നുള്ള ഭാഗത്ത് വേറെ എന്തെങ്കിലും ഒരു വേർഡ് എഴുതി കൊടുക്കുക. നമുക്ക് എന്തെഴുതാം? സിംഗ് എഴുതാം. അപ്പോൾ മുകളിൽ എഴുതിയ താഴോട്ടെടുത്ത് എഴുതാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റ് us സിംഗ്, ലെറ്റ് us സിംഗ് അണ്ടർ ദ ട്രീ എഴുതുമല്ലോ. ഇതുപോലെ നിങ്ങളും എഴുതേണ്ടതാണ്. അപ്പോ ഇങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ കുറച്ച് വാക്കുകൾ പഠിച്ചിരിക്കണം. ഏതൊക്കെ വാക്കുകളാണ്? ടീച്ചർ അവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഡാൻസിങ്, എന്താ ഡാൻസ് ചെയ്യുക. പ്ലേയിങ്, കളിക്കുന്നു. റണ്ണിങ്, ഓടുന്നു. ക്രൈയിങ്, എന്താ കരയുന്നു. കിക്കിംഗ്, കിക്ക് എന്താ മീനിങ്? തട്ടുക. മിസ്സിംഗ്, മിസ് എന്താ എന്തെങ്കിലും നഷ്ടപ്പെടുക. ജമ്പിങ്, ജമ്പ് എന്താ ചാടുക. സ്ലീപ്പിംഗ്, സ്ലീപ്പ് മീനിങ് എന്തുവാ? ഉറങ്ങുക. അപ്പോ ഈ വേർഡ്സ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഏത്? ഡാൻസ്, പ്ലേ, റൺ, ക്രൈ, കിക്ക്, മിസ്, ജംപ്. ഈ വാക്കുകളെല്ലാം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ടീച്ചർ വായിച്ചെല്ലാം പറഞ്ഞു തരും, പക്ഷെ നിങ്ങൾ എഴുതിയേ പറ്റൂ. അപ്പോൾ ഇതിന്റെ എല്ലാ സ്പെല്ലിംഗ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അടുത്ത് നോക്കിയ ഒരു ചോദ്യം, ലെറ്റ് us sing and add lines to the rhyme. ഇത് പാടി അതിലേക്ക് ലൈൻ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 2 3 ജിൽ ഡിൽ റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. ആരെയൊക്കെ ചിത്രങ്ങളാണ് അവിടെ കാണുന്നത്? ജില്ലിന്റെയും ഡില്ലിന്റെയും റില്ലിന്റെയും ആണല്ലേ. നമ്മൾ ബാക്ക് ടു ഗ്രീൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചപ്പോൾ കണ്ടതാണ്. ഇനി നമ്മൾ അവിടെ ആഡ് ചെയ്യാം. 1 2 3 ജിൽ ആൻഡ് ഡിൽ. എന്താ നമുക്ക്? പ്ലേ ആൻഡ് പ്ലേ എന്ന് എഴുതിക്കൂടെ? മുകളിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ ആയിരുന്നു, അപ്പൊ താഴെ എന്താ? പ്ലേ ആൻഡ് പ്ലേ എന്ന് എഴുതാം. അപ്പ് ഇൻ ദ സ്കൈ എഴുതാമല്ലോ. മുകളില് ആകാശത്ത് റില്ലും ഡില്ലും ജില്ലും കൂടി എന്ത് ചെയ്യുന്നു? കളിക്കുന്നു. മുകളില് ഫ്ലൈ ആൻഡ് ഫ്ലൈ ആകുമ്പോ പറക്കുന്നു അല്ലെ. ഫ്ലൈ എന്ന് വെച്ചാൽ മീനിങ് എന്തുവാ? പറക്കുക. പ്ലേ എന്ന് വെച്ചാൽ മീനിങ് എന്തുവാ? കളിക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ കുറച്ച് വാക്കുകൾ പഠിച്ചു വെച്ചേക്കുക. ഫ്ലൈ, പ്ലേ, സിങ്, സ്വിങ്. സിങ് മീനിങ് പാടുക, സ്വിങ് ആടുക, അതാണ് മീനിങ്. അപ്പൊ പഠിച്ചു വെക്കുമല്ലോ ഈ വാക്കുകൾ. ബാക്ക് ടു ഗ്രീൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പോളിയുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടതാണ്. ആരൊക്കെയാണ് പോളീസ് ഫ്രണ്ട്സ്? പോളീസ് ഫ്രണ്ട്സ് ആർ ആരൊക്കെയാ? എലിഫന്റ്, റാബിറ്റ്, ഡക്ക്. ഇവയുടെ സ്പെല്ലിംഗ് എല്ലാം തന്നെ നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം, മറക്കരുത്. എലിഫന്റ്, റാബിറ്റ്, ഡക്ക് പഠിക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ക്യാൻ യു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ? നിങ്ങൾക്ക് ഈ സംഭാഷണം പൂർത്തിയാക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ വാസ് ഗ്രീൻ, ഐ ആം ഡാഷ് നൗ. ഐ വാസ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചയായിരുന്നു, എന്റെ നിറം പച്ചയായിരുന്നു. ഐ ആം ഡാഷ് നൗ, ഇപ്പോൾ ഞാൻ എന്താണ്? റെഡ് ആണല്ലേ. അപ്പൊ അവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? റെഡ് എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഗ്രീൻ, റെഡ് തുടങ്ങിയ കളറുകളുടെ സ്പെല്ലിങ്ങുകൾ പഠിക്കാൻ മറക്കരുതേ. അടുത്ത നമ്മുടെ മ്യാവ് ചാപ്റ്റർ നമ്മൾ പഠിച്ചില്ലേ? മ്യൂ ചാപ്റ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നമ്മുടെ പപ്പി, നായ്ക്കുട്ടി ചോദിക്കുകയാണ്, ക്യാൻ യു സേ മ്യൂ? നിനക്ക് മ്യൂ എന്ന് പറയാൻ കഴിയുമോ? മ്യാവു എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ റൂസ്റ്റർ, നമ്മുടെ പൂവൻ കോഴി പറയുകയാണ്, ഐ ഓൺലി സേ ഡാഷ്. എന്തായിരിക്കും അവിടെ എഴുതേണ്ടത്? കൊക്കരക്കോ എന്നല്ലേ പറയുന്നത്. അതിനെങ്ങനെ എഴുതും? കോക്കേ ഡൂഡിൽ ഡൂ എന്ന് അവിടെ എഴുതി കൊടുക്കണം.
നമ്മുടെ മിയാവു എന്നുള്ള ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ ആനിമൽസും സൗണ്ടും കുറെ പഠിച്ചതാണ് അല്ലേ? അതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാം സൗണ്ടുകൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ചോദിക്കാം. ഇതുപോലൊരു കോൺവെർസേഷൻ പപ്പി വേറെ ആരോടെങ്കിലും ചോദിച്ചാലും നമുക്ക് എഴുതാൻ അറിയണ്ടേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ആനിമൽസും സൗണ്ടും തീർച്ചയായും പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ്? റൂസ്റ്റർ പൂവൻ കോഴി, കോക്കേ ഡൂഡിൽ ഡു, ക്യാറ്റ് ക്യാറ്റിന്റെ സൗണ്ട് മ്യൂ മിയാവ്, റാറ്റ് പിപ്പ് പിപ്പ് പിപ്പ്, ഹണിബിയുടെ സൗണ്ട് എന്താ? ബസ് സൗണ്ട് ആണല്ലേ. ഫ്രോഗിന്റെ സൗണ്ട് ക്രോക്ക് ക്രോക്ക്, ഡോഗിന്റെ സൗണ്ട് ബൗ വൗ. അപ്പൊ ഇതെല്ലാം തന്നെ എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ടീച്ചർമാർ കുറെ തവണ നിങ്ങളെ കൊണ്ട് എഴുതിച്ച് കാണും ഓൾറെഡി. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇത്. ആനിമൽസും സൗണ്ടും പഠിക്കാതെ ആരും തന്നെ എക്സാമിന് പോവല്ലേ? മാച്ച് ചെയ്യാനോ ഇങ്ങനെ കോൺവെർസേഷൻ എഴുതാനോ എന്തെങ്കിലും ഒരു ചോദ്യം ഉറപ്പായും കാണും. അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. അടുത്ത ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. പപ്പി ചോദിക്കുകയാണ്, ഹായ്. ആരോടാ ഹായ് പറയുന്നത്? റാറ്റിനോട്. അപ്പൊ റാറ്റ് എന്ത് പറഞ്ഞു കാണും? ഹലോ എന്ന് പറഞ്ഞു കാണും. അപ്പൊ ഹലോ എന്ന് എഴുതണ്ടേ? പപ്പി ക്യാൻ യു സേ മ്യൂ? നിനക്ക് മ്യൂ എന്ന് പറയാൻ കഴിയുമോ? മ്യാവൂ എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് പപ്പി. അപ്പൊ റാറ്റ് എലി എന്ത് പറഞ്ഞു? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം സോറി, ഐ ഓൺലി സേ പിപ്പ് പിപ്പ് പിപ്പ്. സോറി, എനിക്കത് പറയാൻ കഴിയില്ല. എനിക്ക് എന്ത് മാത്രമേ പറയാൻ കഴിയുള്ളൂ? പിപ്പ് 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 എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ പപ്പി എന്ത് പറഞ്ഞു കാണും? ഓക്കെ, താങ്ക് യു. അപ്പൊ റാറ്റ് ബൈ പറഞ്ഞു. അപ്പൊ ഇതിൽ പഠിക്കേണ്ട വേർഡുകൾ എന്തൊക്കെയാണ്? ഹലോ, ഐ ആം സോറി, താങ്ക് യു. ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം ഇതുപോലെ വേറെ ക്യാരക്ടേഴ്സ് മാറിയാലും പപ്പി ക്യാൻ യു സേ മ്യൂ എന്ന് ചോദിക്കുന്നത് റൂസ്റ്ററിനോടോ ഡോഗിനോടോ ഹണിബിയോടോ ഫ്രോഗിനോടോ ആരോട് തന്നെ ആയാലും നമുക്ക് ഇത് തന്നെ കോൺവെർസേഷനിൽ എഴുതാൻ പറ്റും. അടുത്തത് ഒരു മുൻവർഷ ചോദ്യമാണ്. മാച്ച് ദ പിക്ചർ വിത്ത് ദ സെന്റൻസ്. തന്നിരിക്കുന്ന പിക്ചറും സെന്റൻസും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ലൈൻസ് ആൻഡ് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെന്റൻസ് റിലേറ്റഡ് ടു ദം. തന്നിരിക്കുന്ന പിക്ചറും സെന്റൻസും തമ്മിൽ മാച്ച് ചെയ്യാൻ എങ്ങനെ? ഒരു ലൈൻ ഉപയോഗിച്ച് ഒരു വര വരച്ച് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫ്രോഗ് ഉണ്ട്, ഹണീബി ഉണ്ട്, റൂസ്റ്റർ ഉണ്ട്, എലിഫന്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്. ഫ്രോഗ് എന്തായിരിക്കും തന്നിരിക്കുന്ന സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ടാവുക? ഐ ക്യാൻ ജമ്പ്, എനിക്ക് ചാടാൻ കഴിയും. ഹണീബി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ലൈക്ക് ഫ്ലവേഴ്സ്, എനിക്ക് പൂക്കളെ വലിയ ഇഷ്ടമാണ്. റൂസ്റ്റർ എന്ത് പറഞ്ഞു കാണും? ഐ സേ കോക്കേ ഡൂഡിൽ ഡു, ഞാൻ കൊക്കര കോക്കോ എന്ന് പറയും. എലിഫന്റ് എന്ത് പറഞ്ഞു കാണും? ഐ ആം ബ്ലാക്ക്, ഞാൻ കറുത്ത കളറാണ്. ഡോഗോ ഐ എം എ ഡോഗ്, ഞാനൊരു നായയാണ് എന്ന് പറഞ്ഞു കാണും അല്ലേ? അപ്പോൾ ഇതിൽ പഠിക്കേണ്ട വേർഡുകൾ എന്തൊക്കെയാണ്? മ്യൂ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഈ വേർഡുകൾ എന്തായാലും പഠിച്ചിരിക്കണം. ഡോഗ് പട്ടി, ക്യാറ്റ് പൂച്ച, റൂസ്റ്റർ പൂവൻകോഴി, ഹണീബി തേനീച്ച, പപ്പി നായ്ക്കുട്ടി, ഫ്രോഗ് തവള, എലിഫന്റ് ആന. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക. പഠിക്കുമല്ലോ? ഇതിന്റെ എല്ലാം സ്പെല്ലിംഗ് പഠിക്കാൻ മറക്കല്ലേ? അടുത്ത് മ്യൂ എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആനിമൽസ് ആൻഡ് ദെയർ ഷെൽട്ടേഴ്സ്, മൃഗങ്ങളും അവയുടെ വാസസ്ഥലങ്ങളും. ഡോഗ് കെന്നൽ, പട്ടി എവിടെയാണ് താമസിക്കുന്നത്? നായ്ക്കൂട്, നായ്ക്കൂട്. അടുത്തത് ഹണീബി, തേനീച്ച, ബീഹൈവ് തേനീച്ചക്കൂട്, ഹണി കോംബ് എന്നും പറയാറുണ്ട്. മങ്കി ട്രീ, കുരങ്ങൻ മരമാണ്. റാറ്റ് എലി, ഹോളാണ്. ബേഡ് പക്ഷി, നെസ്റ്റ് കൂടാണ്. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് പഠിക്കാതെ പോകരുത്. ചിലപ്പോൾ ചിത്രങ്ങൾ തന്നിട്ട് അവ മാച്ച് ചെയ്യാൻ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ലെറ്റസ് ലേബൽ ദ ഹോം. ഹോം ലേബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, അവിടെ റാറ്റിന്റെ കൂട് കാണാം. അവിടെ ഹോളെന്ന് എഴുതണം. പക്ഷി മരത്തിലായി കൂട് വെച്ചിരിക്കുന്നത് കാണാം. പക്ഷിക്കൂടിന് എന്താ പറയുന്നത്? നെസ്റ്റ്, NEST, നെസ്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത് പട്ടിയുടെ കൂട് കാണാം അല്ലേ? നായയുടെ കൂടിന് എന്താ പറയുന്നത്? കെന്നൽ എന്നാണ് പറയുന്നത്. അതവിടെ എഴുതണം. തേനീച്ചയുടെ കൂട് അവിടെ കാണാം. തേനീച്ചക്കൂടിന് എന്താണ് പറയുന്നത്? ഹണീബിയുടെ കൂടിന് ഹണി കോംബ് എന്നും പറയും, ബീ ഹൈവ് എന്നും പറയും. നമുക്ക് ബീ ഹൈവ് എന്ന് എഴുതാം. നെക്സ്റ്റ് മങ്കിയുടെ ട്രീ അവിടെ തന്നിട്ടുണ്ട്. അപ്പോ മങ്കിയുടെ കൂട് എവിടെയാണ്? ട്രീയിലാണ്, മരത്തിലാണ്. അപ്പൊ ട്രീ എന്ന് അവിടെ എഴുതണം. അടുത്ത ചോദ്യം കളർ ചെയ്യാനാണ്. റീഡ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കളർ ദ പിക്ചർ. താഴെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ചോദ്യപേപ്പറിലും കളർ ചെയ്യാൻ ഒരു ചോദ്യം കാണും. നോക്കി വായിക്കാം. ഇറ്റ് ഈസ് മോർണിംഗ്, ദ സ്കൈ ഈസ് ബ്ലൂ. ഇത് രാവിലെയാണ്, പകൽ സമയമാണ്. അപ്പൊ എന്താണ്? സ്കൈ ബ്ലൂ കളർ കൊടുക്കണം. ദ സൺ ഈസ് ഓറഞ്ച് ഇൻ കളർ. സണ്ണിന് എന്ത് കളർ കൊടുക്കണം? സൂര്യന് ഓറഞ്ച് കളർ കൊടുക്കണം. ദർ ആർ 4 ഹൗസസ്.
ഹൗസ് വീട്. അവിടെ എത്ര ഹൗസസ് ഉണ്ട്? അവിടെ 4 ഹൗസുകളുണ്ട്. അപ്പോ 2 ആർ ബ്ലൂ, 2 എണ്ണം ഏത് കളർ കൊടുക്കണം? നീല കളർ കൊടുക്കണം. 1 ഹൗസ് ഈസ് റെഡ്, ഒരു ഹൗസിന് ഏത് കളർ കൊടുക്കണം? റെഡ് കളർ കൊടുക്കണം. 1 ഈസ് യെല്ലോ, ഒന്നിന് യെല്ലോ കളറും കൊടുക്കണം. അപ്പൊ സ്കൈക്ക് ബ്ലൂ കളർ, ആകാശത്തിന് നീല നിറം, സൂര്യന് ഓറഞ്ച് കളർ. 4 വീടുകളുണ്ട്, 2 എണ്ണത്തിന് ബ്ലൂ കളർ, ഒരെണ്ണത്തിന് റെഡ്, ഒരെണ്ണത്തിന് യെല്ലോ. അപ്പൊ കളർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ എല്ലാവരും തരുന്ന പിക്ചറിന് നന്നായി കളർ ചെയ്യുക. 9 ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം. 5 വെഹിക്കിൾസ്, 5 വാഹനങ്ങളുടെ പേരുകൾ പഠിക്കണം. ബസ്, കാറ്, ജീപ്പ്, ലോറി, ട്രെയിൻ. ഇതെല്ലാം സ്പെല്ലിംഗ് പഠിക്കണേ. അതുപോലെ 5 ആനിമൽസ്, 5 എണ്ണം പഠിച്ചിരിക്കണം. ബെയർ, റാറ്റ്, ക്യാറ്റ്, എലിഫന്റ്, ജിറാഫ്. ബെയർ കരടിയാണ്, റാറ്റ് എലി. ക്യാറ്റ് പൂച്ച, എലിഫന്റ് ആന, ജിറാഫ് അറിയാമല്ലോ. ഇനി 5 ബേർഡ്സ്, ക്രോ കാക്ക, പാരറ്റ് തത്ത, ഈഗിൾ പരുന്ത്, റൂസ്റ്റർ പൂവൻകോഴി, ഡക്ക് താറാവ്. 5 കളേഴ്സ്, റെഡ് ചുവപ്പ്, ബ്ലൂ നീല, ഗ്രീൻ പച്ച, യെല്ലോ മഞ്ഞ, ബ്രൗൺ കാപ്പിപ്പൊടി കളർ അല്ലേ. അപ്പൊ നിങ്ങൾ ഇതിന്റെ എല്ലാം തന്നെ സ്പെല്ലിംഗ് നന്നായിട്ട് പഠിച്ചിരിക്കണം. എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരും. നമുക്ക് ന്യൂ ചാപ്റ്ററിലെ ഒരു ചോദ്യം നോക്കാം. ക്ലാസിഫൈ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇൻ ദ പിക്ചർ. തന്നിരിക്കുന്ന ചിത്രത്തിലെ ബേർഡ്സിനെയും ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബേർഡ്സിനെയും ആനിമൽസിനെയും ചിത്രത്തിൽ കാണാം. ആനിമൽസ് എന്നും ബേർഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്താലോ? ചെയ്യാമല്ലോ. തന്നിരിക്കുന്നതിൽ ആനിമൽസ് ഏതൊക്കെയാണ്? ക്യാറ്റ്, സീബ്ര, മങ്കി, റാബിറ്റ്, റാറ്റ്. ബേർഡ്സ് ഏതൊക്കെയാണ്? പാരറ്റ്, ക്രോ, ഈഗിൾ, ഡക്ക്. ഇതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം സ്പെല്ലിംഗ് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. ഇതുപോലുള്ള ചോദ്യങ്ങൾ എന്തായാലും കാണും. അതുകൊണ്ട് നേരത്തെ തന്നിരുന്ന ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും കളേഴ്സിന്റെയും അതുപോലെ വെഹിക്കിൾസിന്റെയും എല്ലാം തന്നെ സ്പെല്ലിംഗ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ അത് എഴുതേണ്ടതായിട്ട് വരും. അടുത്ത ഒരു ചോദ്യം നോക്കാം. നമ്മൾ ആനിമൽസും സൗണ്ടും പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആഡ് മോർ ലൈൻസ് ടു ദ റൈം. റൈമിലേക്ക് കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പപ്പി, ഹലോ റൂസ്റ്റർ ഡു യു സേ മ്യൂ. അപ്പൊ പപ്പി ആരോട് ചോദിക്കുകയാണ്? പൂവൻകോഴിയോട് ചോദിക്കുകയാണ്. നിനക്ക് മ്യൂ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. റൂസ്റ്റർ എന്ത് പറഞ്ഞു? കോക്കേ ഡൂഡിൽ ഐ സേ ഓൺലി കോക്കേ ഡൂഡിൽ ഡു എന്ന് പറഞ്ഞു. പപ്പി വീണ്ടും ആരോട് ചോദിക്കുന്നു? മൗസിനോട്, എലിയോട് ചോദിക്കുന്നു. ഹലോ മൗസ് ഡു യു സേ മ്യൂ. അപ്പൊ എലി എന്ത് മറുപടി പറയുന്നു? മൗസ് പിപ് 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 ഐ സേ ഓൺലി പിപ് പിപ് പിപ്. അടുത്ത് പപ്പി ആരോട് ചോദിക്കുന്നു? ഹലോ ഡോഗ്. അപ്പൊ ഡോഗ് പറയുന്ന മറുപടിയും പപ്പി ചോദിക്കുന്നതിന്റെ ബാക്കിയും നമ്മൾ എഴുതണം. അപ്പൊ പപ്പി ഹലോ ഡോഗ് എന്ന് ചോദിച്ചു. അപ്പൊ അടുത്ത വഴി മോളിൽ നിന്ന് എടുത്തെഴുതാമല്ലോ. എന്തെഴുതാം? ഡു യു സേ മ്യൂ എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഡോഗ് എന്ത് പറയും? എന്തായിരിക്കും പറയുന്നത്? ബൗ വൗ ഐ സേ ഒള്ളി ബൗ വൗ എന്നവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ സൗണ്ടുകൾ പഠിച്ചാൽ മാത്രമേ നമുക്കത് എഴുതാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സൗണ്ടുകൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അവിടെ ചിത്രത്തിലായിട്ട് പപ്പിയെ കാണാം അല്ലേ. പപ്പി എന്ത് ചെയ്യാണ്? മാറ്റിന് മുകളിൽ നിൽക്കുകയാണ്. വെർ ഇസ് ദ പപ്പി? പപ്പി എവിടെയാണ്? പപ്പി ഈസ് ഓൺ ദ മാറ്റ് ആണ്. അപ്പൊ പപ്പി ഈസ് ഓൺ ദ മാറ്റ് എന്ന് അവിടെ എഴുതണം. അടുത്ത ചോദ്യം നോക്കിയേ. വെർ ഇസ് ദ ക്ലോക്ക്? ക്ലോക്ക് എവിടെയാണ്? ക്ലോക്ക് ചുമരിലിരിക്കുകയാണ്. അപ്പൊ എന്ത് എഴുതണം? ദ ക്ലോക്ക് ഈസ് ഓൺ ദ വോളെന്ന് എഴുതണം അല്ലേ. അതുപോലെ പപ്പി ഇപ്പൊ കട്ടിലിനടിയിലായിരുന്നെങ്കിൽ എന്തെഴുതാമായിരുന്നു നമുക്ക്? വെർ ഇസ് ദ പപ്പി എന്ന് ചോദിച്ചാൽ ദ പപ്പി ഈസ് അണ്ടർ ദ ബെഡ്. പപ്പി ടേബിളിനടിയിലാണെങ്കിലോ ദ പപ്പി ഈസ് അണ്ടർ ദ ടേബിൾ എന്ന് എഴുതണം. അടുത്ത ചോദ്യം നോക്കാം. മാച്ച് ദ പിക്ചർ ആൻഡ് ദ ഈവന്റ്. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ഈവന്റുകളും തന്നിട്ടുണ്ട്. നമുക്ക് മാച്ച് ചെയ്യാം. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്? ക്ലിന്റ് ബോൾ തട്ടുകയാണ്. അപ്പൊ എന്താണ് എഴുതേണ്ടത്? ക്ലിന്റ് കിക്ക്ഡ് ദ ബോൾ. അവിടെ മാച്ച് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ ചിത്രം ബോൾ വന്ന് ഷെൽഫിൽ ഇടിക്കുകയാണ്. അപ്പൊ എന്തെഴുതണം? ദ ബോൾ ഹിറ്റ് ദ ബുക്ക് ഷെൽഫിലോട്ട് വരച്ചു ചേർത്ത് കൊടുക്കണം. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ. ബുക്ക് ബോൾ വന്നിടിച്ച് തറയിൽ വീണു. അപ്പൊ ഏതിലേക്ക് വരച്ചു ചേർക്കണം? ദ ബുക്സ് ഫെൽ ഡൗൺ. അതിലേക്ക് വരച്ചു ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാക്സ്. ദ പപ്പി ഈസ് ഡാഷ് ദ ബെഡ്. അവിടെ നോക്കിയേ. പപ്പി എവിടെയാണ്? അണ്ടർ ദ ബെഡ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തെഴുതണം? അവിടെ അണ്ടർ എന്ന് എഴുതി കൊടുക്കണം. വെർ ഈസ് ദ ക്യാറ്റ്? ക്യാറ്റ് എവിടെയാണ്? നമ്മുടെ ബെഡിന് മുകളിലായിട്ട് ക്യാറ്റ് ഇരിക്കുന്നത് കണ്ടില്ലേ. ദ ക്യാറ്റ് ഈസ് ഓൺ ദ ബെഡ് ആണ്. ഓൺ മുകളിൽ, അണ്ടർ അടിയിൽ. അപ്പൊ ഓണിന്റെ സ്പെല്ലിങ്, അണ്ടറിന്റെ സ്പെല്ലിങ് തീർച്ചയായും പഠിച്ചിരിക്കുക. പഠിക്കുമല്ലോ.
അടുത്തതൊരു മുൻവർഷ ചോദ്യമാണ്. കളർ ദ പാരറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. പാരറ്റിന് കളർ ചെയ്യുക, എന്നിട്ട് ആ ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പാരറ്റിന് എങ്ങനെ കളർ ചെയ്യും? ടീച്ചർ ഇൻസ്ട്രക്ഷൻസ് തരും, നിർദ്ദേശം തരും, അതനുസരിച്ച് കളർ ചെയ്താൽ മതി. നമുക്ക് തന്നെ അറിയാം പാരറ്റിന് പച്ച കളറാണ്, ചുണ്ടിന് ചുവപ്പ് കളർ കൊടുക്കണം, റിങ്ങിന് വളയത്തിന് ഏത് കളർ കൊടുക്കണം? ചുവപ്പ് കളർ കൊടുക്കണം. തന്നിരിക്കുന്ന മരത്തിന്റെ ശാഖ, അപ്പൊ ഇലക്ക് ഏത് കളർ കൊടുക്കണം? പച്ച കളർ കൊടുക്കണം. നന്നായിട്ട് കളർ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും ടീച്ചർ തരും. ഇനി നോക്കിയേ, ഡാഷ് എ പാരറ്റ്. അവിടെ എന്തെഴുതണം? ദിസ് ഈസ് എ പാരറ്റ്. ഇറ്റ് ഈസ്, ഇതിന്റെ കളർ എന്താണ്? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ പാരറ്റ്? ഗ്രീൻ കളറാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഗ്രീൻ കളർ എന്ന് എഴുതണം. ദ പാരറ്റ് ഹാസ് ടു. പാരറ്റിന് എന്തോ രണ്ടെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയുണ്ട്? 2 കാലുണ്ട്, 2 കണ്ണുണ്ട്. അപ്പൊ 2 ലെഗ്സ് എന്ന് നമുക്ക് എഴുതാം, ഐസും എഴുതാം. അപ്പോൾ ദ പാരറ്റ് ഹാസ് 2 ലെഗ്സ്. ഇറ്റ് ഈസ് സിറ്റിംഗ്. പാരറ്റ് എവിടെയാണ് ഇരിക്കുന്നത്? ഓൺ എ ട്രീ ആണല്ലേ, മരത്തിന് മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ. നെക്സ്റ്റ് നോക്കൂ, ദ പാരറ്റ് ക്യാൻ. പാരറ്റിന് എന്തോ കഴിവുണ്ട്. എന്തൊക്കെയുണ്ട് പാരറ്റിന്റെ കഴിവ്? പാരറ്റ് ക്യാൻ ഫ്ലൈ എന്ന് എഴുതാം അല്ലേ. ഇറ്റ് ക്യാൻ ഫ്ലൈ. അപ്പോൾ പാരറ്റ് ക്യാൻ ഫ്ലൈ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഫ്ലൈ എന്ന് അവിടെ എഴുതണം. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസ് എല്ലാം ഒന്നുകൂടി ചെയ്തു നോക്കുക. അത് വളരെ നല്ലതായിരിക്കും. വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. പിന്നെ 4ാമത്തെ ചാപ്റ്റർ ആയ ദ ടീം റെയിൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കാം. പക്ഷേ നിങ്ങളെങ്കിലും അതും കൂടി ഒന്ന് നോക്കിയേക്കുക. അതിലെ വർക്ക് ബുക്ക് 10 വരെയുള്ള ആക്ടിവിറ്റീസ്, 4ാമത്തെ ചാപ്റ്റർ ദ ടീം റെയിൻ്റെ 10 വരെയുള്ള ആക്ടിവിറ്റീസ് നോക്കുക. അത് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. ആ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ കാണുകയുള്ളൂ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.